നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. MLS ആരംഭിക്കാൻ എക്സാക്ട്ലി 1 വീക്കാണ്. അടുത്ത ഞായറാഴ്ച. നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോഴാണ് അടുത്ത ഞായറാഴ്ച, പക്ഷേ അടുത്ത ശനിയാഴ്ചയാണ് അവിടെ കളി. LAFCക്കെതിരെയാണ് ഇൻ്റർ മയാമിയുടെ ആദ്യ മത്സരം. ഒരു തകർപ്പൻ ഓപ്പണിംഗ് മാച്ചാണ്, ബ്ലോക്ക് ബസ്റ്റർ എന്നൊക്കെ പറയാവുന്ന ഓപ്പണിംഗ് മാച്ചാണ്. പക്ഷേ ഇൻ്റർ മയാമിക്ക് ആശങ്ക ലയണൽ മെസ്സിക്ക് കളിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പോൾ മയാമിയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന വിവരം എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ ഗ്രോയിങ് സ്പെക്കുലേഷൻ സറൗണ്ടിങ് ലയണൽ മെസ്സിസ് അവൈലബിലിറ്റി ഫോർ ദിസ് ഹൈ പ്രൊഫൈൽ ഓപ്പണർ എന്നാണ്. ഒരു ആശങ്ക അവിടെ ഉണ്ട്. പക്ഷേ ഇന്നലെ അദ്ദേഹം ട്രെയിനിങ് ഗ്രൗണ്ടിലൊക്കെ പ്രസൻ്റ് ആയിരുന്നു എന്നുള്ളത് ചെറിയ ആശ്വാസവും പകരുന്നുണ്ട്. ഇപ്പോൾ മയാമിയിൽ നിന്ന് ലഭ്യമാവുന്ന വിവരങ്ങൾ, ടീം മികച്ച രൂപത്തിൽ ഈ സീസണിൽ പെർഫോം ചെയ്യാൻ തീരുമാനമെടുത്ത് ശക്തിപ്പെടുത്തിയാണ് കളിക്കളത്തിലേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം അവർ ക്ലോസ്ഡ് ഡോറ് ട്രെയിനിങ് മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. മയാമി യുണൈറ്റഡിനെതിരെയായിരുന്നു ആ കളി 4 സെപ്പറേറ്റ് പീരീഡ്സ് ആയിട്ടാണ്, അതായത് 35 മിനിറ്റുള്ള 4 ഭാഗങ്ങൾ, 4 ക്വാർട്ടറുകളായിട്ടാണ് കളിച്ചത്. എല്ലാ താരങ്ങളെയും കളിക്കളത്തിലിറക്കി ഫുൾ സ്ക്വാഡ് റൊട്ടേഷൻ നടത്തി. ലൂയിസ് സുവാരസ് ഗോളൊക്കെ അടിച്ചിട്ടുണ്ട് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ലയണൽ മെസ്സി ഇറങ്ങുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അദ്ദേഹം ഫിറ്റാവുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ആരാധകരുമുള്ളത്. ഇപ്പോൾ നോക്കുക, പ്യൂട്ടോറിക്കയിൽ പോയിട്ട് അവരൊരു സൗഹൃദ മത്സരം പ്ലാൻ ചെയ്തിരുന്നതാണ് ഫെബ്രുവരി 13-ന്. ആ കളി അവർക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു, മെസ്സി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇനി ഫെബ്രുവരി 26-ലേക്കാണ് അവരത് മാറ്റിവെച്ചിരിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 2 ആഴ്ചക്കാലമെങ്കിലും അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരുമെന്ന തരത്തിൽ സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ വരുന്നു. അദ്ദേഹം ഇൻഡിവിജ്വൽ ട്രെയിനിങ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്ന്. മേ ബി സീസൺ ഓപ്പണറിൽ അദ്ദേഹം കളിക്കാനുള്ള സാധ്യത ഇപ്പോൾ വളരുന്നുണ്ട്. എന്തായാലും റോദ്രിഗോ ഡി ബോളും ലൂയിസ് സുവാരസും ഒക്കെ അടങ്ങുന്നവർ ടീം മികച്ച രൂപത്തിൽ ട്രെയിനിങ്ങുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.